ഹായ് ഫ്രണ്ട്സ്, ജീവിത വിജയം ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ? ആരാണ് ജീവിത വിജയം ആഗ്രഹിക്കാത്തത്? എന്നാൽ എന്താണ് ജീവിത വിജയം? അതെങ്ങനെ നേടാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജീവിത വിജയം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഓരോ കാറ്റഗറിയാണ്. ഒരാൾക്ക് സമ്പത്തുണ്ടാക്കുന്നതാണ് ജീവിത വിജയമെങ്കിൽ മറ്റൊരാൾക്ക് പ്രശസ്തിയാണ്, മറ്റൊരാൾക്ക് ആന്തരിക സമാധാനമാണ്. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്തമായതിനെയാണ് ജീവിത വിജയമായിട്ട് കാണുന്നത്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും കാണുന്ന വിജയം എന്ന് പറയുന്നത് പണമുണ്ടാക്കുക, നല്ലൊരു വീടുണ്ടാക്കുക, നല്ലൊരു കാറ് വാങ്ങുക, ഇതൊക്കെയാണ് ജീവിത വിജയമായിട്ട് സമൂഹം കാണുന്നതെങ്കിലും അങ്ങനെ നേടിയവരൊക്കെ വിജയം നേടിയിട്ടുണ്ടോ? ലോകത്ത് ഇതുപോലെ വലിയ വലിയ സമ്പാദ്യം നേടിയവരൊക്കെ അവസാനം ആത്മഹത്യ ചെയ്ത സംഭവം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ജീവിത വിജയം? എന്താണ് ജീവിത വിജയത്തിന്റെ ആധാരം? ഇത് മനസ്സിലാക്കില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളും പിന്നീട് ഖേദിക്കേണ്ടി വരും. പണത്തിന്റെ പിന്നാലെ നമ്മൾ ഓടേണ്ടതുണ്ടോ? പണമാണോ ജീവിതത്തിന്റെ ആധാരം? എന്നാൽ ഞാൻ പറയുന്നു, ഈ ലോകത്തൊരു മനുഷ്യൻ അവനിക്കിഷ്ടപ്പെട്ട അവന്റെ മേഖലയിൽ അവനായിട്ട് ജീവിക്കുമ്പോഴാണ് അവൻ വിജയിക്കുന്നത്. അവനായിട്ട് ജീവിക്കുമ്പോഴാണ്. അവന്റെ പാഷൻ എന്താണോ, അവന്റെ കഴിവെന്താണോ, അതനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനിക്ക് പണം ലഭിക്കും, അവനിക്ക് പ്രശസ്തി ലഭിക്കും, അവനിക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമുക്കിഷ്ടമില്ലാത്ത മേഖലയിൽ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലികൾ ഇങ്ങനെ താല്പര്യമില്ലാതെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങൾ ആലോചിക്കണം. നല്ല സാലറി ആണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്നല്ല, ആരാണെങ്കിലും. നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തിനോടാണോ ഇഷ്ടം, ചെറുപ്പം മുതൽ ഇന്നേ വരെ നമ്മൾ എന്തിലാണോ കൂടുതൽ കഴിവും താല്പര്യം കാണിച്ചത്, ആ മേഖലയിലാണ് നമ്മൾ പോകേണ്ടത്. സൈക്കോളജി ആണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിയാണ് പഠിക്കേണ്ടത്. ആ നിലയിലുള്ള മേഖലയിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിൽ ആ മേഖലയിലുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബിസിനസ് ആണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ യു ആർ സക്സസ്. അപ്പോൾ പണം നിങ്ങളെ തേടി വരും, പ്രശസ്തി നിങ്ങളെ തേടി വരും. അല്ലാതെ പ്രശസ്തിയുടെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല, പണത്തിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. അത് ജീവിത വിജയമല്ല, അത് ജീവിത വിജയത്തിന്റെ ഭാഗമാണ്. നമുക്ക് ജീവിക്കാൻ പണം വേണം, നമുക്ക് ജീവിക്കുമ്പോൾ പ്രശസ്തി വേണം, എല്ലാം വേണം, അംഗീകാരം വേണം. ഇതിന്റെ പിന്നാലെയൊന്നും നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നാലെയൊന്നും ഓടി നടന്നിട്ട് ആരും എവിടെയും എത്തുന്നില്ല, ആന്തരികമായ സമാധാനം കിട്ടുന്നില്ല. എന്നാൽ അവനവൻ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ, അത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം, സാമൂഹ്യ സേവനമാണെങ്കിൽ സാമൂഹ്യ സേവനം, ആ മേഖലയിൽ നിങ്ങൾ ആത്മാർത്ഥമായി അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളും പണങ്ങളൊക്കെ നിങ്ങളെ തേടി വരും. അതിൻ്റെ പിന്നാലെ പോകുന്നത് വിഡ്ഢിത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ മനുഷ്യരും മറ്റൊരുത്തനെ പോലെ ആകാൻ നോക്കുകയാണ്. മറ്റൊരുത്തൻ ബിസിനസ് തുടങ്ങി എന്ന് വിചാരിച്ച് നിങ്ങൾ ബിസിനസ് തുടങ്ങണമെന്താ നിർബന്ധമുണ്ടോ? മറ്റൊരുത്തൻ വലിയ പ്രൊഫഷണൽ ജോബ് നേടി, നിങ്ങൾ നേടണമെന്താ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്കതിൽ കഴിവുണ്ടോ? നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടോ? നിങ്ങളെ അതിരാവിലെ ആരും ഉറക്കിൽ നിന്ന് വിളിക്കാതെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോബ് എന്താണ്?
ഏത് പാതിരാത്രിയിലും ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും തട്ടിയുണർത്തി ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ലാതെ ചെയ്യാൻ താല്പര്യമുള്ള ജോബ് ഏതാണോ അതാണ് നിങ്ങളുടെ മേഖല. നിങ്ങൾക്കൊരിക്കലും മടിയുണ്ടാകില്ല. നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്കൊരിക്കലും മടിയുണ്ടാകില്ല. നിങ്ങൾക്ക് വിരസത ഉണ്ടാകില്ല. ജോലി സമ്മർദ്ദം എന്ന് പറഞ്ഞ് കൂക്കി വിളിക്കുന്നവരോട്, ഉറക്കെ കരയുന്നവരോട് എനിക്കെന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മേഖലയല്ല. നിങ്ങളുടെ മേഖലയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമ്മർദ്ദമില്ല. നിങ്ങളുടെ മേഖലയായിരുന്നുവെങ്കിൽ നിങ്ങളോട് ആരും ജോലി ചെയ്യാൻ പറയേണ്ടതില്ല. നിങ്ങൾക്ക് ആന്തരിക സമാധാനത്തിന് വേണ്ടി യോഗ ചെയ്യേണ്ടതില്ല, മെഡിറ്റേഷൻ ചെയ്യേണ്ടതില്ല. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ യു ആർ സക്സസ്. അങ്ങനെയാണ് യൂസുഫ് അലി ഉണ്ടായത്. അങ്ങനെയാണ് നരേന്ദ്രമോദി ഉണ്ടായത്. അങ്ങനെയാണ് പിണറായി വിജയൻ ഉണ്ടായത്. അവരൊക്കെ അവരുടെ മേഖലയിലാണ് ജീവിക്കുന്നത്. എൻ്റെ മനുഷ്യരെ, നിങ്ങൾ മറ്റൊരാളെ പോലെ ആകാൻ നോക്കരുത്. മറ്റൊരാളായി കഴിഞ്ഞാൽ നിങ്ങൾ അവന്റെ പിന്നിലാണ്. നിങ്ങൾക്ക് രണ്ടാം സ്ഥാനമാണ് അവിടെ. നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കൂ. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കൂ. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കൂ. എല്ലാം നിങ്ങളെ തേടി വരും. ഒന്നിന്റെയും പിന്നാലെ നിങ്ങൾ ഓടേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യം ഒരു പണ്ഡിതനാകാനാണെങ്കിൽ നിങ്ങൾ അതാകൂ. അപ്പൊ പ്രായമൊന്നും ഒരു തടസ്സമേ അല്ല. ലോകത്ത് വിജയിച്ചു എന്ന് പറയുന്ന ഏതൊരാളും ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ അതൊക്കെ നേടിയിട്ടുള്ളത്. ഒരു പ്രായമാകുമ്പോഴാണ് അവരൊക്കെ വിജയത്തിലേക്കും അവരുടെ പ്രവർത്തനത്തിലേക്കും എത്തുന്നത്. പ്രായം ഒരു തടസ്സമല്ല. എബ്രഹാം ലിങ്കൺ ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ കേവലം പോസ്റ്റ്മാനായിട്ടൊക്കെ ജോബ് ചെയ്ത മനുഷ്യൻ, പിന്നീട് അമേരിക്കയിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രസിഡന്റായി മാറി അടിമത്തം നിർത്തലാക്കിയ വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ മേഖലയിലേക്ക് വരുന്നത് ഒരു പ്രായമാകുമ്പോഴാണ്. മഹാത്മാഗാന്ധി ആരായിരുന്നു? അദ്ദേഹം ഒരു അഡ്വക്കേറ്റായി. അദ്ദേഹത്തിന്റെ പ്രായത്തിലൊന്നും ചെറുപ്പത്തിലൊന്നും അദ്ദേഹം വലിയ സക്സസ് ഒന്നും ആയിട്ടില്ല. അവസാനം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനാധിപത്യം എന്ന രാജ്യം സ്വപ്നം കണ്ടപ്പോ ആ മനുഷ്യൻ ലോകത്തിന്റെ നിറകയിലെത്തി. അതൊന്നും പ്രായം ഒരു തടസ്സമായിരുന്നില്ല ആർക്കും. നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ താല്പര്യമുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാനും നിങ്ങൾ തയ്യാറാണോ? ആര് പറഞ്ഞില്ലെങ്കിലും, ആര് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും നിങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ പോകാൻ തയ്യാറാണോ? യു ആർ സക്സസ്. അതാണ് വിജയം. അവിടെ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ആവശ്യമില്ല. മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ആവശ്യമില്ല. നിങ്ങളുടെ ആന്തരികത്തിൽ നിന്ന് നിങ്ങൾക്ക് വരണം. ആന്തരികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരണം. ഇന്നത് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നണം. സ്പോർട്സിലാണ് നിങ്ങൾക്ക് താല്പര്യം, ഇറങ്ങൂ. നിങ്ങൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ മേഖലയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി സമ്മർദ്ദമില്ല, നിങ്ങൾക്ക് മടിയില്ല. മടിയന്മാരെന്ന് പറയുന്നത് താല്പര്യമില്ലാത്തവരെയാണ്. താല്പര്യമില്ലാത്ത ജോലി ഒരുത്തൻ ചെയ്യുമ്പോൾ അവനെ നിങ്ങൾ മടിയനെന്ന് പറയും. മറിച്ചൊരു മടിയനില്ല ഈ ലോകത്ത്. മടിയന്മാരൊന്നുമില്ല. അങ്ങനെ അമിതമായ മടി, ഡിപ്രഷൻ ബാധിച്ചിട്ടും നിങ്ങൾക്ക് മടിയുള്ളവരെ കാണുന്നെങ്കിൽ അവർ ചികിത്സ തേടിക്കോട്ടെ. അല്ലാത്തൊരു ഭൂരിപക്ഷം ഒരു മനുഷ്യർക്കും മടിയില്ല. മടി എന്ന് പറയുന്നത് അവനിക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അവനെ ജനം വിളിക്കുന്നതാണ് മടിയനെന്ന്. അപ്പോ മടിയന്മാരുണ്ടാകില്ല അവരവർക്ക് താല്പര്യമുള്ള മേഖലയിൽ പോകുന്നുവെങ്കിൽ. അപ്പോൾ നിങ്ങൾ മറ്റൊരാളെ പോലാകാൻ നോക്കാതെ നിങ്ങളാകൂ. നിങ്ങളുടെ സ്വത്വത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കൂ. എന്നാൽ നിങ്ങൾ ആത്മാഭിമാനമുള്ളവരായി. ആത്മാഭിമാനത്തിനൊന്നും ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ആത്മാഭിമാനം കുറവാണെന്ന്.
എന്തുകൊണ്ടാണ് ആത്മാഭിമാനം കുറവായി പോയി? എന്തുകൊണ്ട് ഒരു മനുഷ്യന് ആത്മവിശ്വാസമില്ലാതായി പോകുന്നു? അവൻ മറ്റൊരാളുമായി താരതമ്യം ചെയ്തത് കൊണ്ടാണ്. മറ്റൊരാളാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അവനിക്ക് ആത്മവിശ്വാസമില്ലാത്തതും ആത്മാഭിമാനത്തിന്റെ കുറവും അവന് ഫീൽ ചെയ്യുന്നത്. മറിച്ച് അവനായി നോക്കൂ, അവന്റെ സത്വത്തെ അവൻ ഇഷ്ടപ്പെട്ടു നോക്കൂ, അവന്റെ സൗന്ദര്യത്തെ അവൻ ഇഷ്ടപ്പെട്ടു നോക്കൂ, അവന്റെ സംസാരത്തെയും അവന്റെ കഴിവിനെയും അവന്റെ മേഖലയും ഇഷ്ടപ്പെട്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ടോ? അവൻ വിജയിയാണ്. അവൻ വിജയിക്കൂ തന്നെയും അവനെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല, അവനെ പിന്നിലേട്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. അല്ലാതെ പണത്തിന് വേണ്ടി ഓടുന്നത് ആരാ? തന്നെ കുറിച്ച് അറിയാത്തവരാണ്, അല്ലേ? ആരാണ് ഇവിടെ ലഹരി മാഫിയകൾ നടത്തുന്നത്? ആരാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധരായിട്ട് പണമുണ്ടാക്കുന്നത്? ആരാ? സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയാത്തവനാണ്, സ്വന്തം കഴിവുകൾ തിരിച്ചറിയാത്തവനാണ്. സ്വന്തം കഴിവുകൾ തിരിച്ചറിയുന്നു എങ്കിൽ അവനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അവനവന്റെ മേഖലയിൽ അവനവൻ ജീവിക്കുമ്പോൾ അവൻ വിജയിക്കുന്നു, അല്ലാത്തവൻ പരാജയപ്പെടുന്നു. ചരിത്രങ്ങൾ നിങ്ങൾ ഏത് വ്യക്തികളെ വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ലോകത്ത് വിജയിച്ചു എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയെയും നോക്കിക്കോളൂ, അവരൊക്കെ അവരായി ജീവിച്ചവരാണ്. ഇതാണ് ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുള്ളത്. അവനവനായിട്ട് ജീവിക്കൂ, അവന്റെ മേഖലയിൽ ജീവിക്കൂ, എന്നാൽ യു ആർ സക്സസ്. അങ്ങനെയാണ്, അതാണ് സക്സസ് എന്ന് പറയുന്നത്. അതിലൂടെ നമ്മളായിട്ട് ജീവിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് വരും. അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. പണത്തിൻ്റെയോ സ്ഥാനമാനങ്ങൾക്കോ അധികാരങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളായിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മളെ തേടി വരും. അങ്ങനെയാണ് എല്ലാ മനുഷ്യരും വിജയിച്ചിട്ടുള്ളത്. അത് ചിലപ്പോ കുറച്ച് വൈകിട്ടാണെങ്കിലും പ്രശ്നമൊന്നുമല്ല. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് പ്രായമായി, എനിക്ക് 40 വയസ്സായി, എനിക്ക് 50 വയസ്സായി, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ മനുഷ്യരെ, പ്രായമല്ല, നിങ്ങളെ ഉള്ളിൽ കെടാത്തൊരു തീ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ഒരു ലക്ഷ്യബോധം ഉറങ്ങിക്കിടക്കാതെ നിൽക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളത് നേടുക തന്നെ ചെയ്യും. പ്രായമൊക്കെ ശരീരത്തിനാണ്, മനസ്സിന് പ്രായമൊന്നുമില്ല. വലിയ വലിയ വിജയിച്ച ആളുകളെ നോക്കൂ, അവരൊക്കെ എത്ര പ്രായമായിട്ടും എന്തൊരു ഊർജ്ജസ്വലതയാണ്. ഭയങ്കര ഊർജ്ജസ്വലരാണ് അവർ. കാരണം അവരുടെ മനസ്സിന് പ്രായമില്ല, അവരുടെ ലക്ഷ്യബോധങ്ങൾക്ക് പ്രായം ഒരു തടസ്സമേ അല്ല. അപ്പൊ അങ്ങനെ നേടുമ്പോഴാണ്, അങ്ങനെ അവനവന്റെ മേഖലയിൽ ജീവിക്കുമ്പോഴാണ് ഓരോ വ്യക്തിയും വിജയിക്കുന്നത്. അവിടെയാണ് ജീവിത വിജയമുള്ളത്. എല്ലാം കിടക്കുന്നത് അവിടെയാണ്. സ്ഥാനമാനങ്ങളാണെങ്കിലും പണമാണെങ്കിലും അംഗീകാരമാണെങ്കിലും എല്ലാം കിടക്കുന്നത് അവിടെയാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞു തരും. അതിനു വേണ്ടി നിങ്ങൾ ഒരിക്കലും ശ്രമിക്കേണ്ടതില്ല, അതിൻ്റെ പിന്നാലെ ഓടേണ്ടതില്ല. അത് നിങ്ങൾക്ക് അർഹമായത് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ സുഹൃത്തുക്കളോട്, നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് സ്വയം ചെറുതാകരുത്. നിങ്ങൾക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ, നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്കിഷ്ടമുള്ള ജോലികൾ ചെയ്യൂ, നിങ്ങളായിട്ട് ജീവിക്കൂ. ഇത് മാത്രമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. താങ്ക് യു.